സൈഫുന്നിസ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് റോഷ്നി. നല്ല വിശേഷങ്ങളൊക്കെ തന്നെ. തിരക്കുള്ള ദിവസങ്ങളാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് ദിവസങ്ങളായി, ഒരാഴ്ചയോളമായിട്ട്. അതെ, ഈ എറണാകുളം അതിരൂപത സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കാൻ ധാരണയായിട്ടുണ്ടല്ലോ അല്ലെ? ഈ പ്രാർത്ഥനാ യജ്ഞം രാവിലെ 8 മണിയോടെ അവസാനിപ്പിക്കുമോ? ചർച്ചയ്ക്ക് ശേഷം ഒരു താൽക്കാലിക പരിഹാരമായി അല്ലേ? താൽക്കാലിക പരിഹാരം മാത്രം എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ തുടർച്ചയായി നടക്കുന്ന സമരം ഉണ്ടായിരുന്നു. വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി ബിഷപ്പ് ഹൗസിന് മുൻപിലും ഒപ്പം തന്നെ ബസിലിക്ക പള്ളിക്ക് മുൻപിലും എല്ലാം ഉണ്ടായിരുന്നത്. അതിനൊരു താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. ഇന്നലെ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. അതിനുശേഷം ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുമായി ഈ വൈദികർ ചർച്ച നടത്തി. 21 വൈദികരുടെയും എതിരായ നടപടി പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നും ഉടനടി ഇപ്പോഴെടുത്തിരിക്കുന്ന നടപടിയിന്മേൽ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പെല്ലാം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിമതപക്ഷം പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുഭാവപൂർണമായ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നും മുൻധാരണയില്ലാതെ അവരെ കേൾക്കാമെന്നെല്ലാം തന്നെ പാംപ്ലാനി പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള കൂരിയെ പിരിച്ചുവിട്ട് പുതിയ കൂരിയെ കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെയുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ സമരം അവസാനിപ്പിക്കാനാണ് ധാരണ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സമാനതകളില്ലാത്തൊരു സമരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാഗത്തുനിന്ന് കണ്ടത്. ബിഷപ്പ് ഹൗസിൻ്റെ ഗേറ്റ് എല്ലാം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെയായിരുന്നു കണ്ടത്. പോലീസ് വലിയ സംയമനത്തോടെ നിന്നുകൊണ്ടാണ് പ്രശ്നങ്ങൾ വഷളാകാതിരുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം അതിനാകുന്നു എന്ന് ആശ്വസിക്കാം. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട്. ഈ രാഹുൽ ഈശ്വറിനും ബോബി ചെമ്മണ്ണൂരിനും ഒക്കെ എതിരായുള്ള കേസുകൾ അതൊക്കെ എന്തായി? രാഹുൽ ഈശ്വറിനും ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെയാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല, ഇത്തരം പ്രശസ്തരായ ആളുകളെല്ലാം തന്നെ പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ രീതിയിലെല്ലാം സൂക്ഷ്മത പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഹർജി ഒരു 4 ദിവസം കഴിഞ്ഞ ശേഷം പരിഗണിക്കാം എന്ന് പറഞ്ഞത്. അത് നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. അതിന് മുൻപാണ് ഈ 2 ദിവസം മുമ്പ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ ഈ ചാനൽ ചർച്ചകളിൽ വന്ന് തനിക്കെതിരായ പരാമർശം നടത്തി മോശം രീതിയിൽ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയത്. ആ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഒരു അശ്ലീല പ്രയോഗവും അല്ലാത്തത് കൊണ്ട് തന്നെ പോലീസ് കുറച്ചുകൂടി അന്വേഷിച്ച ശേഷം മാത്രമേ അതിൽ കേസെടുക്കുന്നതിനെ പറ്റി ആലോചിക്കൂ. നിലവിൽ കേസെടുക്കാനൊരു തീരുമാനം എടുത്തിട്ടില്ല. അറസ്റ്റ് ഉടൻ വേണ്ട എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഈ പരാതി വന്നപ്പോൾ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മൂവ് ചെയ്തിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കൂടെ ഈ കലൂരിലെ പിച്ചൊക്കെ അലങ്കോലമായി എന്നൊക്കെ കേട്ടു സെഫിനിസ. എന്തായി ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമൊക്കെ എന്താവുമെന്ന് ഫുട്ബോൾ ആരാധകർ ചോദിക്കുകയാണ്. ഇന്നാണ് ഒഡീഷ FC-യും ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം. വൈകിട്ട് 7:30 മത്സരം തുടങ്ങുന്നത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പിച്ച് കൂടി മോശമായിരിക്കുന്നത്. 15 കളിയിൽ നിന്ന് 5 കളിയിൽ മാത്രമാണ് വിജയിച്ചത്, 2 ഡ്രോ, ബാക്കിയെല്ലാം തോൽവിയുമായിരുന്ന ഒരു കഴിഞ്ഞ ഈ സീസൺ മുഴുവൻ അങ്ങനെയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഹോം ഗ്രൗണ്ടിലേക്ക് മത്സരം എത്തുമ്പോൾ ഗ്രൗണ്ട് തന്നെ മോശമായിരിക്കുന്നത്. അത് പരമാവധി ശരിയാക്കുവാനായി ബ്ലാസ്റ്റേഴ്സ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണ തോതിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12,000-ഓളം നർത്തകരാണ് ഇതിനകത്ത് കയറിയത്, ഗ്രൗണ്ടിൽ ചവിട്ടി നിന്ന് ഭരതനാട്യം കളിച്ചത്. അതിനുശേഷം ഈ പിച്ചിന് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെന്ന് ഈ ക്ലബ്ബ് അധികൃതർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ ചുരുങ്ങിയ സമയം